الصلاة والسلام على من لا نبي بعده. സഹീഹുൽ ബുഖാരിയിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തിരിക്കുന്ന ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ലം യദഅ ഖൗല الزൂർ വൽ അമല ബിഹി ഫലൈസ ലില്ലാഹി ഹാജത്തുൻ ഫീ അൻ യദഅ തആമഹു വശറാബഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മൻ ലം യദഅ ഖൗല الزൂർ വൽ അമല ബിഹി, ആരാണോ ഖൗലു الزൂർ, കളവ്, അതുപോലെ ബാത്തിലായ സംസാരങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളും, വൽ അമല ബിഹി, അതുപോലെയുള്ള പ്രവർത്തനങ്ങളും, കളവും ബാത്തിലായിട്ടുള്ള പ്രവർത്തനങ്ങളും ഒഴിവാക്കാത്തത്, ഫലൈസ ലില്ലാഹി ഹാജത്തുൻ ഫീ അൻ യദഅ തആമഹു വശറാബഹു, അവൻ നോമ്പുകാരനായിക്കൊണ്ട് അവന്റെ ഭക്ഷണവും അവന്റെ പാനീയങ്ങളും ഒഴിവാക്കുക എന്നുള്ളത് അള്ളാഹുവിന് പ്രത്യേകിച്ച് അതിൽ ഒരാവശ്യവുമില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. നമുക്കറിയാം, നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മേലെ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിട്ടുള്ള മാസത്തിലാണ് നാം എല്ലാവരും നോമ്പുകാരാണ്. അപ്പൊ നോമ്പിൽ ഭക്ഷണപാനീയങ്ങൾ ഒഴിവാക്കുക എന്നത് മാത്രമല്ല നോമ്പ് കൊണ്ടുള്ള ഉദ്ദേശം. അത് നോമ്പിന്റെ പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷെ നോമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സംസാരവും അതുപോലെ തന്നെ പ്രവർത്തനങ്ങളും എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് മുൻഗാമികൾ പറയാറുള്ളത്, നോമ്പിൽ ഞങ്ങൾക്ക് ഏറ്റവും എളുപ്പമുണ്ടായിരുന്നത് ഭക്ഷണപാനീയങ്ങൾ ഒഴിവാക്കലാണ്. അതുപോലെ നമ്മുടെ സംസാരത്തിനും കണ്ണിനും കാതിനും എല്ലാം എല്ലാ അവയവങ്ങൾക്കും അതിനെ ഏറ്റവും നല്ല രീതിയിൽ കാത്തു സൂക്ഷിക്കുമ്പോഴാണ് ആ നോമ്പ് അതിന്റെ പൂർണ്ണതയിലെത്തുക. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം, കദിബ്, കളവ്, ഗീബത്ത്, ഇതിൽ നിന്നെല്ലാം ആരാണോ സുരക്ഷിതനായത് അവൻ അവന്റെ നോമ്പിനെ സംരക്ഷിച്ചു എന്ന്. അപ്പോ നോമ്പുകാരനായിരിക്കുമ്പോൾ ഇതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും നാം ശ്രദ്ധിക്കുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.